ഇന്ന് നമ്മളോടൊപ്പം കോൺഗ്രസ് വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് വസന്താണുള്ളത്. ചേട്ടാ. നമസ്കാരം ചേട്ടാ, ഇന്ന് വലിയ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇ ഡി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് വരുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, വണ്ടികൾ തല്ലിപ്പൊളിക്കുന്നു, അവരെ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ജയിലുകൾ ഇല്ലാത്തത് കൊണ്ടാണോ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്, അതോ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ? രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാം. ഒന്ന്, ഞാനൊരു കമൻറ്റ് കാണുകയായിരുന്നു, ഈ ജയിലിലേക്ക് പോകുന്ന മകനെപ്പറ്റി അപ്പൻ എഴുതിയിടുന്നത്. എനിക്ക് വലിയ അഭിമാനമാണ്. അവൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അതെ. ഏത് കേസിലാണ് ജയിലിൽ പോകുന്നത്? ജയിലിൽ പോകുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ സെർച്ചിനെ തടസ്സപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് CRPF-നെ ആക്രമിച്ചു എന്നുള്ളതാണ് കേസ് വരിക. കാര്യം റിസർവ് ഫോഴ്സിനായിട്ടാണ് അവർ വന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസിനെ അറിയിച്ചിട്ടില്ല. അത് അറിയിക്കാത്തതിന് കാരണം ഇപ്പോൾ ഗവൺമെൻറ് മാറിയല്ലേ ഉള്ളൂ. ഏതായാലും പോലീസിനുള്ളിൽ ഇപ്പോഴും ഇടത് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോരാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ കണ്ടതുകൊണ്ടാവാം. അത് അവരുടെ മാറ്ററാണ്, എനിക്കറിയില്ല, അങ്ങനെ ആവാം. അപ്പോൾ റിസർവ് ഫോഴ്സിനെ ആക്രമിച്ചു. രണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ സെർച്ചിനെ തടസ്സപ്പെടുത്തി. നിസ്സാര വകുപ്പുകളല്ല. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് ചെയ്തിട്ട് ഇപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ തീഹാറിൽ പോയാലും പൂജപ്പുരയിൽ പോയാലും നിലത്ത് കടന്ന് അരിയുണ്ട കഴിക്കണമല്ലോ. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് എന്തിനു വേണ്ടി നടത്തിയ സമരത്തിൻ്റെ ഭാഗമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനും ആ നേതാവിൻ്റെ മകൾക്കും ഏതാണ്ട് 4 ലക്ഷം രൂപ പ്രതിമാസം വാടക കൊടുക്കുന്ന തിരുവനന്തപുരത്തെ സ്വപ്ന സൗധത്തിൽ കടന്നുറങ്ങാൻ വേണ്ടി SFIക്കാർ നിലത്ത് പോയി കിടന്നുറങ്ങാൻ പോവുകയാണ്. അരിയുണ്ട കഴിക്കാൻ പോവുകയാണ്. അവർക്ക് മട്ടൺ ചാപ്സും ചിക്കൻ ബർഗറും കഴിക്കാൻ വേണ്ടി ഇവർ അരിയുണ്ട കഴിക്കാൻ പോവുകയാണ്. എന്തുതരം കമ്മ്യൂണിസമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ സമരത്തിന് പോയി തോന്നിവാസം കാണിച്ച, വൃത്തികേട് കാണിച്ച മകനെ പുഴത്തിക്കൊണ്ട് ഒരച്ഛൻ കമൻ്റ് ഇടുകയാണ്. എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ പിന്നെ മകൻ ഇത് ചെയ്യുന്നതിൽ നമുക്ക് ആദ്യത്തെ പെരുന്നാളാണ്. അതെ. അപ്പോൾ വല്ല മകൻ ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ എന്തിൻ്റെ ആവശ്യമാണ്? നോക്കൂ, ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇ ഡി ചോദ്യം ചെയ്തിട്ടില്ലേ? DK ശിവകുമാറിനെ ഇ ഡി ചോദ്യം ചെയ്തിട്ടില്ലേ? 126 കേസുകൾ 10 വർഷത്തിനിടയിൽ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തിനെതിരായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 98 കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടാണ്. പക്ഷെ അത് പറയുമ്പോഴും അത് ഇപ്പോൾ ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ കേരളത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. KPCC ആഹ്വാനം ചെയ്തത് ആരെയും ആക്രമിക്കാനാണോ? ഡൽഹിയിൽ ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് ആക്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ വാഹനം തല്ലിപ്പൊളി? ഈ വാഹനം തല്ലിപ്പൊളിച്ച് ആരുടെയാണ്? അത് ഏതൊരു CAT-കാരൻ പാവപ്പെട്ടവൻ്റെയാണ്. അവർ റെൻറ്റിന് എടുത്തുകൊണ്ട് വരുന്ന. അപ്പം നമുക്ക് വേണം ചിന്തിക്കാം, കേന്ദ്ര ഗവൺമെൻറ് ഇത് കൊടുക്കില്ലേ, പൈസ തിരിച്ചു കൊടുക്കില്ലേ? അവൻ എത്ര തവണ കയറി ഇറങ്ങി നടക്കണം? സർക്കാർ കാര്യം പുറ പോലെ നമ്മൾ കേട്ടിട്ടില്ല. അത് എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം അവൻ്റെ വണ്ടി ആക്രമിക്കപ്പെട്ടു, ഇനി അതിൻ്റെ അകത്ത് FIR ഇടണം, ആ വണ്ടി കൊണ്ടുപോയി ഹാജരാക്കണം, കോടതിയിൽ നിന്ന് വിധി വരണം. അതുവരെ ആ പാവപ്പെട്ട CAT-കാരൻ വണ്ടി ഓടിക്കണ്ട എന്നുള്ളതാണോ? CAT-കാരനാണ്, അയാൾ തന്നെ പറഞ്ഞോണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന്, ഞാൻ ഒരു സഖാവാണെന്ന്. ഒരു സഖാവ് മറ്റൊരു സഖാവിൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ച് അവൻ്റെ ജീവിതമാർഗം മുടക്കുകയാണ്. ആർക്ക് വേണ്ടി? 128, 300, 500, 600 കോടി രൂപ ഈ പാർട്ടിയെ വെച്ചുണ്ടാക്കിയ പിണറായി വിജയനും മകൾക്കും വേണ്ടി. ഞാൻ ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാം. ഇപ്പോൾ ഈ 18 കോടി രൂപയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു വീണ വിജയൻ്റെ എന്നാണല്ലോ നമ്മൾ വാർത്ത കാണുന്നത്. അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. 18 കോടി രൂപ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മോൾക്ക് അക്കൗണ്ടിൽ എങ്ങനെ ഉണ്ടായി? അക്കൗണ്ടിൽ 18 കോടിയാണെങ്കിൽ വെളിയിൽ എത്ര ഉണ്ടാവും? പോട്ടെ, അക്കൗണ്ടിൽ മാത്രമുള്ളത് അമ്മയുടെ പെൻഷൻ കാശ് കൊടുത്തിട്ടാണ് മകള് IT കമ്പനി തുടങ്ങിയത്. അപ്പൊ IT കമ്പനി മുതലാളി ആവുമ്പോൾ മുതലാളിയുടെ അക്കൗണ്ടിൽ അത്രയും പൈസ ഉണ്ടാകുന്നത് തെറ്റില്ലല്ലോ. അതിലൊരു പ്രശ്നമുണ്ട്. ഇവർ IT കമ്പനി തുടങ്ങിയിട്ട് 10 വർഷത്തിന് മുമ്പാണ്. അപ്പം LDF-കാർ തന്നെ പറയുന്നത് 10 വർഷത്തിന് മുമ്പ് ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ലായിരുന്നു, കുടിശ്ശികയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പെൻഷൻ കൊടുത്തിട്ടില്ലല്ലോ, ഞങ്ങൾ കൊടുക്കാത്തവരാണല്ലോ, പെൻഷൻ മുടക്കികളാണല്ലോ. അപ്പോൾ പെൻഷൻ കിട്ടിയിട്ടില്ലല്ലോ ആർക്ക്? ഈ അമ്മയ്ക്ക്. പിന്നെ എങ്ങനെയാണ് ഇവർ പെൻഷൻ വെച്ച് കമ്പനി തുടങ്ങിയത്? ഇനി ആ കമ്പനി നിലവിലുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. 18 കോടി രൂപ അവരുടെ കയ്യിലിരിക്കുന്നു. കമ്പനി എവിടെ? എക്സാലോജിക് നിലവിലുണ്ടോ? എക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റ് ഉണ്ടോ? എക്സാലോജിക്ക് നിലവിൽ റണ്ണിങ് ആണോ? ഇല്ല. 50 ലക്ഷം രൂപ കരിമണൽ കർത്തയിൽ നിന്ന് കടം വാങ്ങുക. 50. ഇപ്പം ഞാൻ രാഹുലിനോട്, നമ്മൾ മിക്കപ്പോഴും കാണുന്ന ആൾക്കാരാണ്, ഞാൻ ചോദിച്ചാൽ രാഹുലിന് ഇന്ന് 2000 രൂപ 3000 രൂപ മേടിക്കാൻ, കടം മേടിക്കാൻ പോലും എനിക്കൊരു ചളിപ്പുണ്ടാവും അല്ലേ? പക്ഷേ 50 ലക്ഷം രൂപ കൈവായ്പ ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരു കരിനിഴൽ കമ്പനിയുടെ ഓണറിൽ നിന്ന് എങ്ങനെയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടുന്നത്? അപ്പോൾ അതിലൊന്നും ഉത്തരം പറയാതെ പാവപ്പെട്ട SFIക്കാർ, എനിക്ക് അവരെ ഈ SFI സഖാക്കളെ ഓർത്ത് സഹതാപമാണ്. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ നാട്ടിൽ പഠിച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. ഈ ഏതെങ്കിലും MV ഗോവിന്ദൻ്റെയോ ഏതെങ്കിലും മന്ത്രിമാരുടെ മക്കൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ആരുടെയും മക്കൾ നാട്ടിൽ പഠിക്കുന്നുണ്ടോ?
കൊടി പിടിക്കുന്നുണ്ടോ, സമരം ചെയ്യുന്നു? ഒന്നുമില്ല. അവർ സുഖവാസം നടത്തുന്നു. അവർ തിരിച്ച് നാട്ടിൽ വന്ന് കമ്പനികൾ തുടങ്ങുന്നു. ആ കമ്പനികളിൽ അഴിമതി നടത്തുന്നു. ആ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി പാവപ്പെട്ട SFI കുട്ടി സഖാക്കൾ മറ്റേ ചെറിയ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ കുരങ്ങ് കണക്കെ റോട്ടിൽ ഇറങ്ങി അടികൊള്ളുന്നു. ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഈ കരിമണൽ കർത്തയിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണും? അല്ല, അതിൽ അയാളുടെ ഡയറിയാണ് ആധാരം. RC കുഞ്ഞാലിക്കുട്ടിക്ക് പകരം KK OC എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കൂ, ഒന്ന് കരിമണൽ കർത്ത എന്ന് പറയുന്ന ആൾക്ക് തന്നെ ക്രെഡിബിലിറ്റി ഇല്ല. പക്ഷേ വീണ വിജയൻ്റെ കേസിൻ്റെ അകത്ത് ഈ ഡയറി ആധാരം വെച്ചുകൊണ്ടല്ല ED അന്വേഷണം നടത്തുന്നത്. അത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ഇൻകം ടാക്സ് റെഗുലേറ്ററി ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ ഒരു വിധിയുമായി ബന്ധപ്പെട്ടാണ് ആ കേസ് വരുന്നത്. അല്ലാതെ ഈ ഡയറിയുടെ ബേസിസിലല്ല. ഡയറി നമുക്ക് വിശ്വാസം എടുക്കാൻ പറ്റില്ല. ഒന്ന്, കാരണം ഇതൊരു കരിമണൽ കർത്ത തന്നെ ഒരു വിശ്വാസയോഗ്യത ഇല്ലാത്ത മനുഷ്യനാണ്. അയാൾ ഡയറി ഇപ്പോൾ നാളെ രാഹുൽ എന്ന് എഴുതി വെച്ചാൽ അങ്ങേക്ക് പൈസ തരുമോ, വസന്ത് എന്ന് എഴുതി വെച്ചാൽ എനിക്ക് പൈസ തന്നു, അയാളെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല. ഇനി അയാളെ വിശ്വാസത്തിൽ എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ എടുത്തെങ്കിലും എത്ര രൂപ കൊടുത്തു, അത് ഇൻകം ടാക്സിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതായി വരും. രണ്ട്, RC എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല അന്ന് KPCCയുടെ പ്രസിഡന്റാണ്, പാർട്ടി ഫണ്ടായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവാം. ഉമ്മൻചാണ്ടി എന്ന പാർലമെന്ററി പാർട്ടി ലീഡറാണ്. സാധാരണ കോൺഗ്രസിൻ്റെ ഫണ്ട് സ്വീകരിക്കുന്ന പാർലമെന്ററി പാർട്ടി ലീഡറും ഈ പറയുന്ന PCC അധ്യക്ഷന്മാരുമാണ്. അപ്പോൾ അത് ആ രീതിയിലാവാം. കുഞ്ഞാലിക്കുട്ടി സാഹിബും അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ആ രീതിയിൽ പൈസ പാർട്ടി ഫണ്ടിലേക്ക് കൈപ്പറ്റിയിട്ടുണ്ടാവാം. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കൈപ്പറ്റിയിട്ടുണ്ടാവാം. ഉണ്ടെങ്കിൽ അത് തെറ്റില്ല. പക്ഷേ എന്ത് സർവീസാണ് കൊടുത്തതെന്ന് എക്സാലോജിന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞത് മറ്റേ MS ഓഫീസും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത വകയാണ് 1,72,00,000 രൂപ എക്സാലോജിക്കിന് കൊടുത്തതെന്നാണ് പറയുന്നത്. ആ വകയിൽ അങ്ങനെ ഒരു പൈസ കൈപ്പറ്റേണ്ട കാര്യമുണ്ടോ പിണറായി വിജയൻ്റെ മകൾക്ക് എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ പാർട്ടി ഫണ്ടിലേക്ക് ഈ പണം കൈമാറ്റം ചെയ്യുമ്പോഴും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാതെ അങ്ങനെ ആരും പണം കൊടുക്കാറില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കത്തില്ല അദ്ദേഹം പണം നിക്ഷേപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തന്നിട്ടുള്ളത്? അല്ല, ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് പണം നൽകിയെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് PCC അധ്യക്ഷനും CLP ലീഡറുമായിരുന്നവരാണ് പൈസ കളക്ട് ചെയ്യുക, പാർട്ടി ഫണ്ടുകൾ കളക്ട് ചെയ്യുക. ഇപ്പോൾ പാർട്ടി ഫണ്ടുകൾ എത്രയോ പാർട്ടികൾക്ക് കൊടുക്കും, BJP കൊടുക്കുന്നില്ലേ? ഒന്നുമല്ല, ആം ആദ്മി പാർട്ടിക്ക് പാർട്ടി ഫണ്ട് കേരളത്തിൽ കിട്ടില്ലേ? അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നുമല്ല. അത് സംസ്ഥാനത്തെ പാർട്ടികൾ അവരുടെ യാത്രകളോ നയപരിപാടികളോ ഒക്കെ ബന്ധപ്പെട്ട് പാർട്ടി ഫണ്ടുകൾ കളക്ട് ചെയ്യാറുണ്ട്. അതിലൊന്നും വലിയ തെറ്റുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിലെവിടെയാണ് പ്രശ്നം? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി ഒരു വിധി പുറപ്പെടുവിക്കണം. വിധിയാണത്. കോഷി ജുഡീഷ്യൽ ബോഡിയുടെ ഒരു വിധിയുണ്ട്. ആ വിധിയുടെ മേലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും മറ്റൊരു വിഷയം, ഈ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ് സമരത്തിന് പോയിട്ടുള്ളത്. പലരെയുമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഗവൺമെൻറ്റുമായിട്ടാണ് ഒരു വിഷയം വരുന്നതെങ്കിൽ 5 വർഷം കഴിയുമ്പോഴത്തേക്കും ആ കേസ് എഴുതി തള്ളുകയോ അങ്ങനെ എന്തെങ്കിലും കോഷ് ചെയ്ത് പോകും. പക്ഷേ ഇത് സെൻട്രലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കേസ് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇവരെ ബാധിക്കാൻ പോകുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ സെർച്ചിനെ തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത് നിസാര വകുപ്പല്ല. രണ്ട്, PDPP മാത്രമല്ല ഇത് അട്രാക്റ്റ്. PDPP എന്ന് പറയുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്ന കേസാണ്. അപ്പം അതും നോൺ വയലബിൾ ആണ്. അപ്പം നമ്മൾ സമരം ചെയ്യാൻ പോകുമ്പോൾ ഈ ബാരിക്കേഡ് വലിച്ചു കിട്ടുമല്ലോ, ആ ബാരിക്കേഡെ പിടിച്ച് വലിച്ചാൽ PDPP വരും. അതായത് പൊതുമുതലാണ്, നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് തുരുമ്പ് പിടിച്ചായിരിക്കും. നമ്മുടെ കയ്യിൽ തുരുമ്പ് കൊണ്ട് പലപ്പോഴും നമുക്ക് സെപ്റ്റിക് ആവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കേസ് വരും. എൻ്റെയൊക്കെ പേര് ഒരുപാട് PDPP കേസുകളുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന സമരം ചെയ്തതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ സമരം ചെയ്യുകയല്ലേ ഇത്. ഇവിടെ അവരെ ആക്രമിക്കണം, കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി അവരെ ആക്രമിച്ചു എന്നുള്ളതാണ് കേസ്. അതിന് തെളിവുമുണ്ട്. കാരണം ഇവർ എടുത്തെറിഞ്ഞ കട്ടയുമായി ചെന്ന് കട്ട സഖാവ് ഇവരെ കൊല്ലാൻ നോക്കി എന്നുള്ളതാണല്ലോ കേസ്. ആ കേസ് വരുമ്പോൾ നിസ്സാര വകുപ്പുകളല്ല. സ്വാഭാവികമായും എനിക്കൊന്നു ED ഡയറക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സെൻട്രൽ ED ഡയറക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ BJPയുടെ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് മിനിമം ഒരു 5-8 വർഷം ഉള്ളിൽ കിടക്കാനുള്ള സംവിധാനമുണ്ട്. നോക്കി തീഹാർ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് അല്ല, അതൊക്കെ ഒരു റൂമറായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിലൊക്കെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ് ഇതിൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ബംഗാളിൽ എനിക്ക് തോന്നുന്നു, ബംഗാളിൽ ഈ മമതാ ബാനർജിയുടെ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ അടുത്ത് ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, ED ഉദ്യോഗസ്ഥർ. അപ്പോൾ അദ്ദേഹം അവിടെ പ്രാദേശികമായി കുറച്ചൊരു ജന്മി സംവിധാനത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അവിടെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. 2024 കേസ്. ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല.
ഇതുവരെ ജാമ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 2024 തൊട്ട് നിലവിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2.5 വർഷമായിട്ട് ജാമ്യം പരിഗണിച്ചിട്ടില്ല. പരോള് കിട്ടിയില്ലെന്നില്ല, ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രമാത്രം ഗുരുതരമായ ഒരു കേസാണ്. അപ്പോൾ നമുക്ക് പ്രതിഷേധിക്കാം. ഇപ്പോൾ CPM നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ കേസിൽ. പക്ഷെ പ്രതിഷേധിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥരെന്ത് പഠിച്ചു? ആ ഉദ്യോഗസ്ഥരെ എന്തിനാ ആക്രമിക്കുന്നത്? ഇനി ആക്രമിക്കുമ്പോൾ ആ CA2കാരനായ ടാക്സി ഡ്രൈവർ ഇവർക്കറിയില്ലേ, മഞ്ഞ ബോർഡ് കണ്ടറിയില്ലേ ഇത് ടാക്സിയാണെന്ന്? അതിനുള്ള വിവരം പോലും ഇല്ലാത്തവരാണ് ഇവരെന്ന് നമുക്ക് ഇപ്പം ED ഉദ്യോഗസ്ഥരുടെ വെഹിക്കിളാണെങ്കിൽ അതിൽ മഞ്ഞ ബോർഡ് ഉണ്ടാകുമല്ലോ, അത് ടാക്സിക്കാരൻ്റെ വണ്ടിയാണ്. അയാൾ ആക്രമണത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് ടാക്സിയാണെന്ന്. അപ്പം ഒരു പാവപ്പെട്ടവൻ്റെ കഞ്ഞൂടി മുട്ടിച്ച് ഒരു ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഈ കട്ടയടക്കമുള്ള മാരകായുധങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയണ്ട, അതെടുത്ത് തലയ്ക്ക് കൊണ്ട് കഴിഞ്ഞാൽ മരണപ്പെടാമല്ലോ, ആ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരാരെയാണ് സംരക്ഷിച്ച് പിടിക്കാൻ നോക്കുന്നത്? ഇതുവരെ SFI മെമ്പർഷിപ്പ് ഇല്ലാത്ത, ഇതുവരെ SFIക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ SFIയുടെ ഫുൾ ഫോം ചോദിച്ചാൽ അറിയത്തില്ലാത്ത, സുഖലോലുപതയിൽ മാത്രം ജനിച്ചു വളർന്ന് അതിൻ്റെ ആനന്ദം മുഴുവൻ അനുഭവിച്ച, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഗുണഗണങ്ങളെല്ലാം ഊറ്റിക്കുടിച്ച വീണ തൈക്കണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളും മുൻ മന്ത്രിയുടെ ഭാര്യയുമായ ഒരാൾക്ക് വേണ്ടിയാണ്. അവർ SFIക്കോ CPMനോ എന്ത് ഗുണമാണ് നൽകിയത്, എന്ത് കോൺട്രിബ്യൂഷനാണ് അവർ നൽകിയതെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇതേ രീതിയിലായിരുന്നു ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് സമരമില്ലായിരുന്നല്ലോ, പാവപ്പെട്ട അയാൾ DYFIക്കാരനായിരുന്നെങ്കിലും പറയാം. ബിനീഷ് കോടിയേരിയുടെ ചേട്ടനുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ, വിദേശത്തൊരു പെൺകുട്ടി കുഞ്ഞുണ്ട് എന്നതുമായി. അന്ന് അറസ്റ്റ് ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് ഇവർ സമരം ചെയ്യാഞ്ഞത്? അപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഓർത്തേ മതിയാവും. അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടി എൻ്റെ മക്കളുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരിടത്തും ഉണ്ടാവില്ല, അവരവരുടെ കേസ് നോക്കട്ടെ, അതാണ് ശരിയായ രീതി. പക്ഷെ പിണറായി വിജയൻ എന്താ ചെയ്യുന്നത്? മകളുടെ കേസ് വന്നപ്പോൾ ഉടനെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർത്ത് ന്യായീകരിച്ചു. അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുക, ഇത് മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത വീണ വിജയനെ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി എന്തിനാണെന്ന് CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുന്നത്? ഇപ്പം എനിക്കൊരു കേസ് ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ വ്യക്തിപരമായി. അപ്പം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എന്നെ ഡിഫെൻഡ് ചെയ്യാൻ എൻ്റെ പാർട്ടി ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഓക്കെ. എൻ്റെ മകൻ ഇപ്പോൾ 2 വയസ്സുള്ളൂ, അവൻ നാളെ വളർന്നു വലുതായി, അവന് എൻ്റെ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല എന്നിരിക്കട്ടെ, അവൻ മെമ്പർഷിപ്പും ഇല്ല, KSUവിലും ഇല്ല, ഉറത്തുമില്ല, അവൻ വിദേശത്ത് എവിടെ പോയി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തിരിച്ചു വന്നു എന്നിരിക്കട്ടെ. അവനെതിരെ ഒരു കേസുണ്ടാകുമ്പോൾ എൻ്റെ പാർട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യണം? എൻ്റെ ആവശ്യം എൻ്റെ പാർട്ടിക്കില്ലല്ലോ. അതുപോലെയാണ് ഇവിടെ വീണ വിജയനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് CPM ഇത്ര മെനക്കെടുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തെ ആകെ നിരാശരാക്കി കളഞ്ഞു. ഈ ക്ഷീരമുള്ള അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊരു സംവിധാനമുണ്ട്. അതായത് ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തു. ചോദ്യം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, വീട്ടിൽ റെയ്ഡ് ചെയ്തു. ആ റെയ്ഡ് നടന്ന ശേഷം അദ്ദേഹം ഇറങ്ങി വന്ന് സംസാരിക്കേണ്ടിയിരുന്നത് നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും എതിരായിട്ടാണ്. ഇപ്പോൾ DK ശിവകുമാർ ഇറങ്ങി വന്ന ആർക്കെതിരെയാണ് സംസാരിച്ചത്? രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ആർക്കെതിരെയാണ് സംസാരിച്ചത്? ED അന്വേഷണം നേരിട്ട എല്ലാവരും ആർക്കെതിരെയായിട്ടാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ BJP നേതാവായിരുന്ന വസുന്ധര രാജെ സിന്ധ്യയുടെ മകനെ എതിരെ ED കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വസുന്ധര രാജെ സിന്ധ്യ പോലും ഇൻഡയറക്ട്ലി BJPക്ക് എതിരായിട്ട് സംസാരിക്കുകയാണ്, BJP നേതാക്കൾ പോലും. പക്ഷേ ഇവിടെ ഇദ്ദേഹം എന്താ ചെയ്തത്? മോദി എന്നൊരു പേര് പറയാൻ പേടിയാണ് പിണറായിക്ക്. മോഡി എന്ന് പേര് പറഞ്ഞാൽ എന്തിനാ ഇത്രമാത്രം പേടിക്കുന്നത്, എന്തിനാ ഇത്രമാത്രം വിറയ്ക്കുന്നത്? എന്നിട്ട് വന്നിട്ട് മോഡി എന്നൊരു പേര് പറഞ്ഞിട്ടില്ല, ED എന്നൊരു പേര് പറഞ്ഞിട്ടില്ല, ആ പറഞ്ഞത് VD. പിന്നെ എന്താണ് രാഹുൽ ഗാന്ധിക്ക് സന്തോഷം? ഇയാളെ ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്ത് സന്തോഷം? അപ്പോൾ ആ രീതിയിൽ ഒരു കേന്ദ്ര സർക്കാരിനെതിരായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖമായി ഉയർത്തി കാണിക്കുന്ന ആൾ അയാളെ ചോദ്യം ചെയ്തിട്ട് പോലും മോഡിക്കെതിരെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് ഇതിലൊരു നിലപാട് വേണ്ടേ? VD സതീശൻ ഇതുവരെയായിട്ടും മാധ്യമങ്ങൾക്ക് മുഖം കൊടുത്തിട്ടില്ല, ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒന്ന് ഇതിലെന്താണ് കോൺഗ്രസ് പറയേണ്ടത്? ഒന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെല്ലാം വളരെ മിടുക്കന്മാരാണ് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ EDയും NIA അടക്കം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എത്ര കേസ് രജിസ്റ്റർ ചെയ്തു? ഏതെങ്കിലും കേസ് അന്വേഷണം മുമ്പോട്ട് പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കേസ് മുമ്പോട്ട് വരും, ഉടനെ തൃശ്ശൂർ സീറ്റ് കൊണ്ടുപോയി കൊടുക്കും, സെറ്റിൽഡ് ആവും. ഉടനെ PM ശ്രീ പോയി ഒപ്പിടും, സെറ്റിൽഡ് ആവും. അങ്ങനെ BJP ഗവൺമെൻറ്റിന് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. അതോടുകൂടി സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് പിണറായി വിജയൻ്റെ PR ED ചെയ്ത് കൊടുത്ത പോലെയാണ്.
ഇപ്പോൾ ഇഡിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല, ഒന്നും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഈ ഓഫീസിൽ ഒരു ക്രൈം നടത്തുന്നു എന്നിരിക്കട്ടെ. ആ ക്രൈം നടത്തി ആദ്യത്തെ 6 മാസം ഇവിടെ ഒരു സെർച്ചും നടക്കുന്നില്ല. 6 മാസം കഴിഞ്ഞ് ഇവിടെ സെർച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തെളിവുണ്ടാവുമോ? തെളിവിൻ്റെ തുമ്പെങ്കിലും ഉണ്ട്. അങ്ങേക്കിത് വൃത്തിയായിട്ടത് ഒളിപ്പിക്കാൻ പറ്റുന്ന സമയം കിട്ടിക്കഴിഞ്ഞു. അതാണ് ഈ കേസിലും. ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ, അവിടെ റെയ്ഡ് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 7ാമത്തെ മാസം, ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 7 മാസം 8 മാസം കഴിഞ്ഞു. ഇതിനോടകം ഒരു റെയ്ഡും ഒരു സെർച്ചും ഇഡി നടത്തിയിട്ടില്ല. അപ്പോൾ ഇനി പോയി നോക്കി അവിടെ നിന്ന് എന്ത് കിട്ടാനാണ്? അപ്പോൾ ഒന്നും കിട്ടത്തില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇഡി അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇഡി വന്നത് പിണറായി വിജയൻ ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ പാർട്ടി കമ്മിറ്റികളിൽ പോയി പിണറായി വിജയനെതിരെ തെറി വിളിച്ചുകൊണ്ടിരുന്ന സഹാക്കന്മാരെ മുഴുവൻ പിണറായി വിജയൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇഡിയുടെ റെയ്ഡ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള സെറ്റിൽമെന്റ് ആണോ എന്ന് ഇടതുപക്ഷവും ഇഡിയും തമ്മിലൊരു സെറ്റിൽമെന്റ് ആണ്, അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ടുള്ള സെറ്റിൽമെന്റ് ആണ്? അല്ല രാഹുലെ, നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഒന്ന്, ഇഡി അവിടെ വന്നതുകൊണ്ട് ഇഡിക്ക് ഒരു ഗുണമില്ല. അതില്ലെന്ന് ഇഡിക്ക് അവിടെ വരുന്നതിന് മുമ്പേ അറിയാലോ. കാര്യം തെളിവുകളൊന്നും ഇനി അവിടെ നിന്ന് കിട്ടാനില്ല. തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാനുള്ള സമയം കഴിഞ്ഞു പോയി. പിന്നെ ഇവരെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന ഇവരെ വിളിപ്പിക്കുക, നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് ഇഡി കടന്നിട്ടില്ല. ജസ്റ്റ് സെർച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഗുണം എന്താ? പിണറായി വിജയൻ വെളിയിലിറങ്ങി വന്നു. പിണറായി വിജയൻ വെളിയിറങ്ങി വരുമ്പോൾ കണ്ണൂരിൽ, ആലപ്പുഴയിൽ, കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, പത്തനംതിട്ടയിൽ, കോട്ടയത്ത് ഒക്കെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് അധികാര കൊതി മൂലമാണ് എന്ന് പറഞ്ഞ സഹാക്കന്മാരെല്ലാം കൂടെ റോട്ടി ഇറങ്ങി പിണറായി വിജയൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ? അപ്പോൾ പിണറായി വിജയൻ വലിയ ജനകീയനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇഡിയുടെ ചെലവിൽ നടത്തിയ PR ആണോ എന്ന് സംശയിക്കേണ്ടത്. നന്ദി ഇഡി, നന്ദി എന്ന് പറയേണ്ട വരും.